ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഉസ്ബെക്കിസ്ഥാനിലെ തഷ്കൻഡ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിൻ്റെ ഗവൺമെൻറ് ഹോസ്റ്റൽ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആ കാണാനാണ് നമ്മളെ മെയിൻ ബിൽഡിംഗ് വരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളെ ക്ലിനിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ലാംഗ്വേജ് ബിൽഡിങ്സ് വരുന്നുണ്ട്, മൈക്രോബയോളജി, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഹോസ്റ്റൽ കാണാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ മെയിൻ എൻട്രൻസ് വരുന്നത്. അപ്പോൾ അവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മളെ ഫേസ് ഐ ഡിക്ക് ഇവിടെ ആവശ്യമുണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ സ്റ്റുഡൻസ് ഇവിടെ ഫേസ് കാണിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈഡാണ് എന്ത് വരുന്നത്, ഇന്ത്യൻസിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ 4th ഹോസ്റ്റൽ വരുന്നത്. അപ്പോൾ പിന്നെ മാത്രമല്ല, നമ്മളതിൻ്റെ ഫ്രണ്ടിലൊക്കെ കാണാം ഇവിടെ ഹട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്രീ ഉള്ള സമയങ്ങളിലും അല്ലെങ്കിൽ നമ്മളെ ഒഴിവ് സമയങ്ങളിലൊക്കെ വന്നിരിക്കാനും. പിന്നീട് കുറച്ച് അങ്ങോട്ടായിട്ട് നമുക്ക് എന്തുണ്ട്, ഫുട്ബോൾ കളിക്കാൻ, അതുപോലെ തന്നെ ബാസ്കറ്റ് ബോൾ, വോളിബോൾ എല്ലാം കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ സ്റ്റേജാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ പരിപാടികൾ, എന്ത് പരിപാടി ഉണ്ടെങ്കിലും, ഇപ്പോൾ ദീപാവലിയാട്ടെ എന്ത് പരിപാടിയാണെങ്കിലും ഇവിടെയാണ് അത് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ സ്റ്റേജിൻ്റെ നേരെ ബാക്കിൽ തന്നെ ഒരു റൂം കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മളെ മ്യൂസിക്കൽ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ചെയ്യാൻ അറിയുന്നവരൊക്കെ ഒന്നാണ്ട് ചെയ്യും. നമുക്കിത് അറിയാത്തതുകൊണ്ട് നമ്മളിവിടെ അധികം വരാറില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നേരെ അപ്പുറത്ത് തന്നെ ജിമ്മുണ്ട്. അപ്പോൾ നമുക്ക് ജിമ്മ് പോയി കാണാം. അപ്പോൾ നമ്മളെ ജിമ്മ് ഈ നേരത്തെ ഓപ്പൺ ആണോന്ന് അറിയില്ല. നമുക്ക് നോക്കാം, നമുക്ക് ഭാഗ്യമില്ല ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് മിക്ക സമയങ്ങളിലും ഈവനിങ് ആണ് ഇത് തുറന്ന് ഉണ്ടാവാറുള്ളത്. നമുക്ക് അത്യാവശ്യം വേണ്ട എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ അവിടെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിലേറെ വിശാലമായിട്ടില്ല, കുറച്ചുകൂടെ നല്ലൊരു ജിമ്മ് നമ്മളെ യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് നമ്മളെ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇൻഡോർ ഗ്രൗണ്ടും സാധാ നമ്മളെ വലിയ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ നല്ലൊരു ജിമ്മുണ്ട് അവിടെ. നമുക്ക് ഗ്രൗണ്ട് കാണുന്നുണ്ട് ഇവിടെ ഫുട്ബോൾ. ഇപ്പോൾ മെയിൻലി നമ്മൾ മല്ലൂസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് കളിക്കും. അത് ഉസ്ബെക്കിയാൾപ്പം കളിക്കും, എല്ലാ ആൾക്കാരൊപ്പം കളിച്ച് നമ്മൾ ഡെയിലി വന്ന് കളിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ ഉസ്ബെക്കിയാൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻസിനെ കാണാൻ നമുക്ക് ഒരു ഭയങ്കര കാര്യമാണ് ഇന്ത്യൻസിന്. അപ്പോൾ നമ്മളെ തൊട്ടപ്പുറത്ത് തന്നെ എന്തുണ്ട്, നമ്മുടെ വോളിബോൾ കളിക്കാമല്ലോ കോട്ടും. അതുപോലെ തന്നെ അവിടെ തന്നെയാണ് നമ്മൾ ക്രിക്കറ്റ് കാര്യങ്ങളൊക്കെ കളിക്കുക കേട്ടോ. പക്ക പക്ക. അസ്സലാമലൈക്കും. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ നമ്മളെ പുറത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളാണ്. നമുക്കിനി എന്ത് ചെയ്യാം, ഉള്ളിലേക്ക് കയറിയിട്ട് ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ എൻട്രൻസ് വരുന്നത്. ഇവിടെ ഫേസ് ഐ ഡി കാര്യങ്ങളുണ്ടാവും, പിന്നെ സെക്യൂരിറ്റി ഉണ്ടാവും കേട്ടോ ഇവിടെ. നമുക്ക് അപ്പോൾ അസ്സലാമലൈക്കും. ഓക്കെ, അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് നമ്മളെ മാമാര് ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമ്മളെ ലൗണ്ടറി റൂം കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ 3 വാഷിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഡ്രസ്സ് അലക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ ആറിടാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ നമുക്ക് സൗകര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മളെ ലൈബ്രറി വരുന്നത്. ലൈബ്രറി 5 മണിക്ക് ശേഷമാണ് ഓപ്പൺ ആകുക. തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് എന്തുണ്ട്, സ്റ്റഡി ഹാൾ ഉണ്ട് പഠിക്കാൻ വേണ്ടി.
ഓക്കെ. അപ്പോൾ അവിടെ ആൾക്കാർ പഠിക്കുന്നുണ്ട്, വെറുതെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു റൂം കാണാം. അപ്പോൾ നമുക്കൊരു റൂമിൽ വരുന്നത് 4 പേരാണ് വരിക. അപ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ 2 പേര്, ഒരു സൈഡിൽ 2 പേര്, അങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ നമുക്ക് എന്തുണ്ട്, നമ്മുടെ സാധനങ്ങൾ വെക്കാനും അതുപോലെ തന്നെ അലമാരി, നമുക്ക് ഷൂ വെക്കാനുള്ള സാധനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റീക്രിയേഷൻ റൂം. അപ്പോൾ ഇവിടെ ഇതുപോലത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഫ്രീ ആയിട്ടുള്ള ടൈമിൽ ഇതൊക്കെ വന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ.